രാവിലെ വിളവൂർക്കൽ പഞ്ചായത്തിൽ റോഷിപാലും വിഷ്ണുവും എത്തിയപ്പോൾ കണ്ടത് ഒഴിഞ്ഞ കസേരകൾ. സമയം 10 മണി, 10:15, 10:20, 10:30. അവിടെ ഉണ്ടായിരുന്ന സീനിയർ ക്ലർക്കിനോട് കാര്യം തിരക്കി. മൂവ്മെന്റ് രജിസ്റ്ററിൽ എഴുതിയതാണ്, ഔദ്യോഗിക കാര്യത്തിന് വേണ്ടിയാണ് പോയതെന്ന് മറുപടി. ജീവനക്കാർ ഭൂരിഭാഗവും അവധിയാണോ? അല്ല അല്ല, ഈ പൊതുജനങ്ങൾക്ക് വലിയ സേവനം നൽകണ്ടല്ലേ? 10 മണിക്ക് ഇന്ന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ടൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതായത് പാതയം സംബന്ധിച്ച്. അപ്പം ഫീൽഡ് പരിശോധന പൂർത്തിയാക്കി അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സെക്രട്ടറിക്കും ഫീൽഡ് പരിശോധനയാണോ? സെക്രട്ടറി ഫീൽഡ് പരിശോധനയില്ല, സാറാണ് നിർദ്ദേശം തന്നിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ പറഞ്ഞു. അല്ല, ഫീൽഡിൽ പോയാൽ എന്തായാലും റിപ്പോർട്ട് ഇത് പരിശോധിച്ച് റിപ്പോർട്ട് പൂർത്തിയാക്കി കൊടുക്കേണ്ടത് നമ്മൾ. പരിസരവാസികളൊക്കെ പറയുന്നത് 11:30 ജീവനക്കാർ വരുന്നു, 3:30. അല്ല, ഒരിക്കലും അല്ല. പരിസരവാസികളുടെ പിന്തുണ ഇല്ല നിങ്ങൾക്ക്? ഉണ്ടല്ലോ, അങ്ങനെ ഒരിക്കലും ഇവിടെ സംഭവിക്കാം. നമ്മളിവിടെ എത്തുമ്പോൾ ഭൂരിഭാഗം കസേരകളും ഒഴിഞ്ഞു കിടക്കുന്നു. പല ജീവനക്കാരും 10:15 കഴിഞ്ഞാണ് തിരിച്ചു ഇങ്ങോട്ടേക്ക് കയറി ഉള്ളപ്പോഴത്തേക്ക് എന്തായാലും അവർക്ക് ഫീൽഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നാൽ മതി. അവരുടെ മൂവ്മെന്റ് എഴുതി വെച്ചിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ മുഖം മറച്ചൊക്കെ വരുന്നത് എന്താ കാരണം? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതെല്ലാം നോക്കേണ്ട, എല്ലാവരും വന്നെന്ന് ഉറപ്പുവരുത്തേണ്ട പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ടുണ്ടോ? അതൊന്നും പരിശോധിച്ചു നോക്കി ഞങ്ങൾ. ഈ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയുള്ള സെക്രട്ടറി എം ബിജുകുമാർ, അദ്ദേഹത്തിൻ്റെ മുറി നമുക്ക് നോക്കാം. അദ്ദേഹം എത്തിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ഓഫാണ്. അദ്ദേഹം ഈ സമയം വരെ എത്തിയില്ല. എല്ലാ ദിവസവും ഈ വിളവൂർക്കൽ പഞ്ചായത്ത് സെക്രട്ടറി എത്തുന്ന സമയം 10:30 കഴിഞ്ഞാണ്. ഏതാണ്ട് ചില ദിവസങ്ങളിൽ 10-11 മണിയൊക്കെ ആവും. നേരത്തെ സീനിയർ ക്ലർക്ക് നമ്മളോട് പറഞ്ഞത് പാഥേയം എന്ന് പറയുന്നൊരു പദ്ധതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ പോയതെന്നല്ലേ? സെക്രട്ടറി എവിടെയാണ് എന്ന് സീനിയർ ക്ലർക്കിന് പറയാൻ കഴിഞ്ഞതുമില്ല. സെക്രട്ടറി എവിടെയെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയോട് ഞങ്ങൾ തിരക്കി നോക്കി, അദ്ദേഹത്തിനും അറിയില്ല. എന്താണല്ലേ അവസ്ഥ? നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഇവിടെ ഉണ്ട്, ധനേശൻ. മിക്ക കസേരകൾ ഒഴിഞ്ഞു കിടക്കുക, ഇങ്ങനെയാണോ എല്ലാ ദിവസവും? സാറേ, എല്ലാ ദിവസവും ഇങ്ങനെയല്ല. അത് ചില മിക്കവാറും ഒരു ഫീൽഡിൽ പോവായിരിക്കും. സെക്രട്ടറി എത്തിയില്ലല്ലോ. സെക്രട്ടറി ഫീൽഡിൽ പോകുന്നത് ആ മൂവ്മെൻറ്റ് ഇപ്പം നോർമലി പഞ്ചായത്തിൽ ഓഫീസിലെത്തുന്നു, ഇവിടെ അത് മൂവ്മെൻറ്റ് രേഖയുണ്ടാകുന്നു, അതിനുശേഷമല്ലേ ഫീൽഡിലേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ രേഖ ഉണ്ടോ? ഈ പറഞ്ഞ എത്ര ഉദ്യോഗസ്ഥരാണ് ഫീൽഡിൽ പോയിട്ടുണ്ടാവും? ഇപ്പോൾ അറിഞ്ഞോട്ടെ സാറേ, അത് ഇപ്പോൾ HSC ആണ് നോക്കുന്നത്. അതിനെ സംബന്ധിച്ച് എത്ര ജീവനക്കാരുണ്ട് ഈ ഓഫീസിൽ? 15 പേര്. ഓഫീസുകാരെവിടെ പോയി? ഔദ്യോഗിക ജോലിക്ക് പുറത്തു പോയാൽ മൂവ്മെന്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഒന്ന് പകച്ചു. നാട്ടുകാർക്ക് മോശം അഭിപ്രായമില്ലെന്നല്ലേ നേരത്തെ സീനിയർ ക്ലർക്ക് പറഞ്ഞത്? പഞ്ചായത്ത് ഓഫീസിനോട് തൊട്ടു പുറത്തുള്ള ഓട്ടോക്കാരോട് ഞങ്ങൾ കാര്യം തിരക്കി. അവരാണല്ലോ എപ്പോഴും അവിടെ ഉണ്ടാകുന്നവർ, അവിടെ വന്നു പോകുന്നവരുടെ അഭിപ്രായം കേൾക്കുന്നവർ. അസൽ അഭിപ്രായമാണ് അവർക്കൊക്കെ. ജീവനക്കാർ കേട്ടു നോക്കണം. 50 ജോലിക്കാരുണ്ട്. ഇനി നമ്മൾ മുമ്പ് വരുമ്പോൾ ചോദിച്ചാൽ അല്ല, ഇപ്പോഴാണ് വന്ന് കയറുന്നത്. ഇനി വരാനുള്ള ആൾക്കാർ, ഇനി വരാനുള്ളവർ ഇനി വരില്ല. അവർ ലീവ് എടുത്ത് നിൽക്കുക. നിൽക്കുന്നത് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാതെ. ഓഫീസിൽ പറഞ്ഞതൊക്കെ 10-11 മണിക്കൊക്കെ തന്നെ പറഞ്ഞത്. പറഞ്ഞ ജീവനക്കാരെല്ലാം താമസിച്ച് തന്നെ പറഞ്ഞത്. ഇനി വന്നാണ്ട് ഗ്രാമസേനമുള്ള ആളുകളൊന്നും എത്തിയിട്ടില്ല, സെക്രട്ടറി വന്നിട്ടില്ല. ജീവനക്കാരെല്ലാം ഒരുപാട് താമസിച്ചൊക്കെ തന്നെ പറഞ്ഞത്. 4 മണിക്ക് മുമ്പൊക്കെ ഇറങ്ങി പോകുന്നവരുണ്ട്, 3:30 ഇറങ്ങി പോകുന്നവരുണ്ട്. 5 മണി സമയത്തിനൊക്കെ 4-5 വരെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പല സമയത്തിനാണ് ഇറങ്ങി പോകുന്നത് വൈകുന്നേരം. വിളവൂർക്കൽ പഞ്ചായത്തിൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും 10 മണി കഴിഞ്ഞാണ് ഓഫീസിലേക്ക് എത്തിയത്. എന്തായാലും നമ്മളിത് പുറത്തു കൊണ്ടുവന്നതോടെ സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ വിജിലൻസ് വിഭാഗം അന്വേഷണം തുടങ്ങി. ഇന്റേണൽ വിജിലൻസ് ഓഫീസർ പഞ്ചായത്ത് ഓഫീസിൽ എത്തി. അതിനിടയിൽ ഞങ്ങൾ നേരെ തൃപ്തരായി. കാരണം സുലോചനാമ്മയുടെ കണ്ണിൽ കണ്ട തിളക്കമാണ്. പ്രതീക്ഷയില്ലാതെ പതിവായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിക്കൊണ്ടിരുന്ന സുലോചനാമ്മ യാദൃച്ഛികമായി റോഷിപാലിന്റെ മുന്നിലെത്തി. റോഷിപാലും ഒപ്പം ഞങ്ങളുടെ ക്യാമറാമാൻ വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവും റിപ്പോർട്ടറിലൂടെ പ്രേക്ഷക ലക്ഷ്യങ്ങളും സുലോചനാമ്മയുടെ ആ കഥ കേട്ടു. റിപ്പോർട്ടർ ഒപ്പം നിന്നു. പരാതി എന്തെന്നും പ്രശ്നമെന്തെന്നും അന്വേഷിച്ചു. ഒടുവിൽ ആശ്വാസ വാർത്ത വന്നു. സുലോചനാമ്മയുടെ വീട്ടിലെ മരം മുറിക്കുന്നതുമായിരുന്ന തടസ്സങ്ങളെല്ലാം പരിഹരിച്ചു. നാളെ രാവിലെയോടെ മരം മുറിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വിളവൂർക്കൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വൈകി വന്നതിൽ അന്വേഷണവും നടത്തും. മരം മുറിക്കാൻ വേണ്ടി വീടിൻ്റെ വരെ കൂടെ കിടക്കണം, മരം മുറിക്കാൻ വേണ്ടി പറഞ്ഞത് ഇതുവരെയും സാധിച്ചില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്നും വന്നത്. എൻ്റെ ഭർത്താവ് കിടയാണ്, എൻ്റെ പേര് സുലോചനയാണ്. എനിക്കാണെങ്കിൽ ഒരു നിവർത്തിയും ഇല്ല. അവരെയും കൊണ്ട് റോഷിപാൽ ഒരു കാര്യം ചെയ്യൂ. ആ അമ്മയെയും കൊണ്ട് റോഷിപാൽ
റോഷിപാൽ ആ അമ്മയും കൊണ്ട് ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറും. അവർക്ക് ആവശ്യമായ സർവീസ്, അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നാണ് മരം മുറിച്ചു മാറ്റുന്നതിനായിട്ടുള്ള സഹായം കിട്ടേണ്ടതെങ്കിൽ അവിടെ നിന്ന് ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് ആ അമ്മയുമായി പോകും റോഷിപാൽ. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ചെരുവിള പുത്തൻ വീട്ടിൽ സുലോചനാമ്മ വീട്ടിന് മുകളിലേക്ക് ചാഞ്ഞ മരം മുറിക്കാൻ അപേക്ഷ നൽകിയത് 6 മാസം മുമ്പ്. പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട സുലോചനാമ്മ പലവട്ടം വിളവൂർക്കൽ പഞ്ചായത്തിന്റെ പടി കയറി. കിടപ്പ് രോഗിയെ ഭർത്താവ് നെൽസനെ തനിച്ചാക്കിയാണ് ഓരോ തവണയും ഈ വയോധിക പഞ്ചായത്തിലേക്ക് എത്തുന്നത്. അപ്രതീക്ഷിതമായാണ് വിഷയം റിപ്പോർട്ടറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ വരെ കൂടെ കിടക്കണ മരം മുറിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ ഇതുവരെയ്ക്കും സാധിച്ചില്ല. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. വന്നിട്ട് കാര്യമൊക്കെ തിരിച്ചു പോണു. സുലോചനാമ്മയുടെ പരാതി റിപ്പോർട്ടർ ഏറ്റെടുത്തതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി മുരളിയുടെ ഇടപെടൽ. അതിവേഗത്തിൽ മരം മുറിക്കാനായിരുന്നു നിർദ്ദേശം. സുലോചനാമ്മയുടെ വീട്ടിൽ മരം മുറിക്കാനെത്തിയ മണിക്കൂട്ടനെ സ്ഥലമുടമ എഡ്വിൻ സാം ഭീഷണിപ്പെടുത്തി. പൂർണ്ണമായിട്ട് മുറിക്കണമെന്നാണ് പഞ്ചായത്തിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇപ്പോൾ മലയാളി പറയണത്, ഉടയം പറയണത് കൊമ്പ് മാത്രം വെട്ടി അവർക്ക് തടസ്സമുള്ളത് വെട്ടാൻ പറഞ്ഞു. പഞ്ചായത്ത് നടപടി ഘടിപ്പിക്കാൻ ഒരുങ്ങിയതോടെ സ്ഥലമുടമ പോലീസുകാരനായ എഡ്വിൻ സാം നിലപാട് മയപ്പെടുത്തി. ആദ്യം വിസമ്മതിച്ച എഡ്വിൻ സാം ഒടുവിൽ സ്വന്തം ചിലവിൽ മരം മുറിക്കാമെന്ന പഞ്ചായത്ത് അധികൃതർക്ക് രേഖാമൂലം ഉറപ്പു നൽകി. നാളെ പഞ്ചായത്ത് മെമ്പറുടെയും പ്രസിഡന്റിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുറിച്ച് തരാമെന്നുള്ള ഉറപ്പായിട്ട് ഒരു മെയിലാണ് ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുള്ളത്. രാവിലെ 11-ന് റിപ്പോർട്ടർ ഏറ്റെടുത്ത പരാതിക്ക് വൈകുന്നേരം 3:30 പരിഹാരം. ഇനി സുലോചനാമ്മയ്ക്കും നെൽസനും സ്വന്തം വീട്ടിൽ ആശങ്കയില്ലാതെ കഴിയാം. വിളയൂർക്കൽ പഞ്ചായത്തിൽ മരം മുറിക്കാൻ അപേക്ഷ നൽകിയ സുലോചനാമ്മ അത് ഒരു വ്യക്തി മാത്രമല്ല, ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിൽ പരാതി നൽകി പ്രശ്നപരിഹാരത്തിനായി കാത്തിരിക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ്. റിപ്പോർട്ടറിൻ്റെ ഇടപെടലിൽ മാസങ്ങളായി പ്രശ്നപരിഹാരമാകാത്ത ആ മരം മുറി വിഷയത്തിന് ഇവിടെ പരിഹാരമാകുന്നു എന്നതാണ്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ മരം മുറിക്കാമെന്ന സ്ഥലമുടമ രേഖാമൂലം പഞ്ചായത്തിന് ഉറപ്പു നൽകിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപാൽ. ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. 6 മാസമായി സുലോചനാമ്മ വിളവൂർക്കൽ പഞ്ചായത്ത് കയറിയിറങ്ങിയിട്ടും നടപ്പാക്കാത്തത് 4.5 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് ഞങ്ങളെ ഭയന്നിട്ടല്ല, ഞങ്ങളുടെ പിന്തുണയുമായി എത്തിയ പ്രേക്ഷകരെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനത്തെയും പൊതുസമൂഹത്തെയും കണ്ട് ഭയന്നിട്ടാണ്. നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൃത്യസമയത്ത് സെക്രട്ടറിയും മറ്റു ജീവനക്കാരും വിളവൂർക്കൽ പഞ്ചായത്തിൽ എത്തുമായിരുന്നു. സുലോചനാമ്മയുടെ പ്രശ്നങ്ങൾ കൃത്യമായി സമയബന്ധിതമായി 6 മാസങ്ങൾക്ക് മുമ്പ് പരിഹരിക്കുമായിരുന്നു. സുലോചനാമ്മയുടെ ജീവിതത്തിനുമേൽ ചാഞ്ഞ മരം എന്നേ വെട്ടിമുറിക്കുമായിരുന്നു. പക്ഷേ ഒരാളും നോക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു അത്. ആ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഒപ്പം കാരശ്ശേരി മാഷും. ആ റോഷിപാൽ, വെരി ഗുഡ് ഈവനിങ്. ഏറെ സന്തോഷമുള്ളൊരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നാളെ ഈ 6 മാസമായി സുലോചനാമ്മയ്ക്ക് സാധിക്കാഞ്ഞത് നാളെ നടക്കും. സുലോചനാമ്മ പ്രതീക്ഷിച്ചതുപോലെ സുലോചനാമ്മയുടെ വീടിനുമേൽ ചാഞ്ഞ മരം നാളെ അയാൾ മുറിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. റോഷിപാൽ, നമ്മൾ കണ്ട അനുഭവം അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചു. ഒന്നും മാറിയിട്ടില്ല എന്നല്ലേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പല ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ, കൃത്യസമയത്ത് എത്താത്തത്, പഞ്ചിങ് പാലിക്കാത്തത്. ഓരോ ഫയലിലും ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം അട്ടിമറിക്കപ്പെടുന്ന കാഴ്ച, അതല്ലേ നമ്മളിത് കണ്ടത് റോഷിപാൽ? അരുൺകുമാർ, സംശയമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഈ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നമ്മൾ അവിടെ എത്തുന്നത്. പക്ഷേ അവിടെ പരാതികളുമായി പരിഹാരം തേടിയെത്തുന്നവർക്ക് കൃത്യമായി ഒരു ഇടപെടൽ പോലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് അന്വേഷണത്തിലൂടെ മനസ്സിലായത്. അതിൽ ഒരു പ്രതിനിധി മാത്രമാണ് സുലോചന എന്ന വയോധിക 6 വട്ടം ഈ 6 മാസത്തിനിടയിൽ 2 കിലോമീറ്റർ സഞ്ചരിച്ച് വയോധികനായ കിടപ്പ് ചികിത്സയിൽ കഴിയുന്ന രോഗിയായ നെൽസൺ എന്ന ഭർത്താവിനെ അവിടെ നിർത്തി. അവിടെ നോക്കാൻ പോലും ആളില്ല. അങ്ങനെ വീട്ടിൽ നിർത്തിയാണ് തൻ്റെ വീട്ടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ അപകടകരമായ നിലയിൽ നിൽക്കുന്ന ആ മരം മുറിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിൽ കയറിയിറങ്ങുന്നത്. ഒരു കൃത്യമായ ചോർച്ചയില്ലാതെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു വീടാണത്. തൊട്ടുമുന്നിൽ തന്നെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായുള്ള വീട്, അത് പാതി വഴിയിൽ പണി പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്.
അവിടെ ചാഞ്ഞു നിൽക്കുന്ന ആ മരത്തിൻ്റെ ഉടമ, ആ സ്ഥലത്തിൻ്റെ ഉടമ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതി പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിർദ്ദേശം നൽകിയിട്ടും മരം മുറിക്കാൻ തയ്യാറായില്ല എന്നത് ഒരു യാഥാർത്ഥ്യം. പലവട്ടം പഞ്ചായത്ത് അധികൃതർ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട്, സ്ഥലമുടമയോട് മരം മുറിക്കണമെന്ന നിർദ്ദേശം നൽകി. പക്ഷേ തയ്യാറായില്ല. ഉടൻ മുറിക്കാമെന്ന മറുപടി മാത്രം. അങ്ങനെ ഈ വയോധികയായ സുലോചനയമ്മ നിരന്തരം പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുന്നു. അത് നമ്മൾ കണ്ട ഉടൻ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്നു. റിപ്പോർട്ടർ പിന്നാലെ പോകുന്നു. പഞ്ചായത്ത് ഓഫീസിൽ ഈ അപേക്ഷ സ്വീകരിച്ച ഉദ്യോഗസ്ഥനെ കാണുന്നു. അവർ നൽകിയ ഉറപ്പ് ഒരാഴ്ചക്കകം മരം മുറിച്ചു മാറ്റുമെന്നാണ്. അതും ഈ സ്ഥലം ഉടമ മുറിച്ചു മാറ്റും. പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ എത്തിയപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉടൻ മരം മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകി ഉദ്യോഗസ്ഥന്മാർക്ക്. പിന്നാലെ നമ്മൾ സുലോചനമ്മയ്ക്കൊപ്പം ഈ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം മരം മുറിക്കാൻ മണികണ്ഠൻ എന്ന യുവാവ് എത്തിയിരിക്കുന്നു. പക്ഷേ അവിടെ KSEBയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാതെ മരം മുറിക്കാൻ കഴിയില്ല. അപ്പോഴേക്കും സ്ഥലമുടമയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു സഹായി അവിടെ എത്തുന്നു. ഈ മരം മുറിക്കണമെങ്കിൽ ഈ സ്ഥലമുടമ എത്തിച്ചേരണമെന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ KSEB ഓഫീസിൽ കത്ത് നൽകി വൈദ്യുതി വിച്ഛേദിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഘട്ടത്തിൽ മണികണ്ഠനെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഈ മരം മുറിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകുന്നു. അങ്ങനെ മണികണ്ഠൻ പതുക്കെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഉച്ചയോടെ KSEB ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തെത്തി വൈദ്യുതി വിച്ഛേദിക്കുന്നു. പക്ഷേ പിന്നീട് മണികണ്ഠനെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഈ പഞ്ചായത്ത് അധികൃതർ വരാതെ മരം മുറിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് ആശങ്കയോടെ മണികണ്ഠൻ്റെ മറുപടി. അങ്ങനെ നമ്മൾ വീണ്ടും പഞ്ചായത്തിലെത്തിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ അവിടെയുണ്ട്. അവർ കാണിച്ചു തരുന്നത് ഇമെയിൽ വഴി രേഖാമൂലം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ ഒരു ഉറപ്പാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ താൻ ഈ മരം സ്വന്തം ചെലവിൽ മുറിച്ചു മാറ്റുമെന്ന ഉറപ്പ്. അതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അവർ സ്വന്തം ചെലവിൽ തന്നെ മരം മുറിച്ചു മാറ്റും. അങ്ങനെയെങ്കിൽ അവർക്ക് എത്രയും നാളെ തന്നെ പരിഹരിക്കാമായിരുന്ന ഒരു വിഷയമാണ്. ഈ സുലോചനാമ്മയ്ക്ക് പിന്നിൽ ആരുമില്ല എന്ന കൃത്യമായ തിരിച്ചറിവിൽ പഞ്ചായത്ത് അധികൃതർ 6 മാസമായി വെച്ചു താമസിപ്പിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കാറ്റിൽ ആ മരം വീഴാതെ പോയത്, അല്ലേ? ഈ മരം നിൽക്കുന്നത് വീടിന് മുകളിലേക്ക് ചാഞ്ഞ് ഒന്നിൽ കൂടുതൽ മരങ്ങളുണ്ട്. അതിന് പുറമെ ഈ വീടിന് പിന്നിൽ വലിയ മതിലുണ്ട്. ഈ മതിലും ഏത് സമയവും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അത് പരാതിയിൽ പറയുന്നില്ല. പക്ഷേ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി. കാരണം ഇത് ഉയർന്ന ഒരു സ്ഥലത്താണ്. ഇതിന് മുകളിലേക്കും വീടുകളുണ്ട്. ഒരുപക്ഷെ ശക്തമായ മഴ പെയ്താൽ ഈ വീട് ഒരു കുഞ്ഞു വീടാണ്. ആ വീട്ടിലേക്ക് ഒറ്റമുറി വീട്ടിൻ്റെ മുകളിലേക്ക് ആ മതിൽക്കെട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. മരം കടപുഴകി വീണാൽ അത് വലിയ അപകടം സംഭവിക്കും. കാരണം രണ്ടുപേരും വയോധികരാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒരാൾ കിടപ്പ് രോഗിയാണ്. അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത ഒരു ഉയരത്താണ് ഈ വീട് കിടക്കുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ കൃത്യമായി അവിടെ നിന്ന് KSEB ഉദ്യോഗസ്ഥരെ, AE ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നിരന്തരം വിളിച്ചാണ് അവിടെ വൈദ്യുതി വിച്ഛേദിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരം വിളിക്കുന്നു. പരിസരവാസികളൊക്കെ ഒപ്പം നിന്നു. അവർ ഒട്ടേറെ പേർ അവിടെ നിന്നു. അവിടെ പരിസരത്തുണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികൾ, അവിടെയുള്ള കടയുടമകളൊക്കെ പഞ്ചായത്തിൻ്റെ ഈ നിലപാടിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇതൊന്നും സുലോചന മാത്രമല്ല, ഒട്ടേറെ പേർ ഇതേ ആവശ്യവുമായി പഞ്ചായത്തിൽ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉടമസ്ഥതയുള്ള പറമ്പിൽ നിന്നും മറ്റ് വീടുകളുടെ മുകളിലേക്ക് ചാഞ്ഞ മരങ്ങൾ അയാൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. കാരണം അവരൊക്കെ നല്ല സാമ്പത്തിക നിലയിൽ ഉള്ളവരാണ്, അവർക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് ആ മരങ്ങളൊക്കെ വളരെ നേരത്തെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അത് പഞ്ചായത്ത് അധികൃതരും സ്ഥിരീകരിക്കുന്നു. പക്ഷേ 6 മാസം മുമ്പ് നൽകിയ ഈ പരാതി, ഈ വയോധിക, അവർ പാവപ്പെട്ട വ്യക്തി, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അവിടെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പഞ്ചായത്ത് അധികൃതരും പ്രവർത്തിച്ചില്ല എന്നതാണ് നമുക്ക് അന്വേഷണത്തിൽ നേരിട്ട് ബോധ്യപ്പെട്ടത്. മറ്റൊരു കാര്യം, 11:30 വരുന്ന ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ഈ പാവങ്ങളുടെ പരാതികൾ എങ്ങനെ വായിക്കാൻ മനസ്സിലാകും? ഈ പരാതികൾ പരിഹരിക്കാൻ അവർക്ക് സമയമുണ്ടാകുമോ? കാരണം 3:30 കഴിഞ്ഞാൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നു എന്നാണ് പരിസരത്തുണ്ടായിരുന്നവർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുക? അരുൺകുമാർ.